ഓം ശാന്തി 7-9-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം സദാ തുറന്നിരിക്കട്ടെ. എങ്കിൽ സന്തോഷത്തിൽ രോമാഞ്ചം ഉണ്ടാകും. സന്തോഷത്തിൻ്റെ രസം സദാ കയറിയിരിക്കും. ചോദ്യം: ഈ സമയത്ത് മനുഷ്യരുടെ ദൃഷ്ടി വളരെ ദുർബലമാണ്. അതിനാൽ അവരെ മനസ്സിലാക്കിക്കാനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബ പറയുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ ചിത്രം ഉണ്ടാക്കൂ. അതിലൂടെ അവർ അകലെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കട്ടെ. ഈ ഗോളത്തിൻ്റെ അഥവാ സൃഷ്ടിചക്രത്തിൻ്റെ ചിത്രം വളരെ വലുതായിരിക്കണം. ഇതാണ് അന്ധരുടെ മുന്നിലെ കണ്ണാടി. ചോദ്യം: മുഴുവൻ ലോകത്തെയും സ്വച്ഛമാക്കുന്നതിൽ നിങ്ങളുടെ സഹായിയാകുന്നത് ആരാണ്? ഉത്തരം: ഈ നാച്ചുറൽ കലാമിറ്റീസ് നിങ്ങളുടെ സഹായിയാകുന്നു. ഈ പരിധിയില്ലാത്ത ലോകത്തെ ശുചിയാക്കുന്നതിനു വേണ്ടി തീർച്ചയായും ഒരു സഹായി വേണം. ഓം ശാന്തി. ബാബയിൽ നിന്നും ഒരു സെക്കൻഡിൽ സമ്പത്ത്, അതായത് ജീവൻ മുക്തി എന്ന മഹിമയും ഉണ്ട്. മറ്റുള്ളവരെല്ലാം ജീവൻ ബന്ധനത്തിലാണ്. ഈ ഒരേ ഒരു ത്രിമൂർത്തിയുടെയും ഗോളത്തിൻ്റെയും ചിത്രം ഏതൊന്നാണോ ഇതുതന്നെയാണ് മുഖ്യം. ഇത് വളരെ വലുതായിരിക്കണം. അന്ധർക്ക് വേണ്ടി വലിയ കണ്ണാടി ആവശ്യമാണ്. അത് നല്ല രീതിയിൽ കാണുവാൻ സാധിക്കണം. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ദൃഷ്ടി ദുർബലമാണ്, ബുദ്ധി കുറവാണ്. ബുദ്ധി എന്ന് പറയുന്നത് മൂന്നാമത്തെ നേത്രത്തെയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. സന്തോഷത്തിൽ ആർക്കാണ് രോമാഞ്ചം ഉണ്ടാകാത്തത്? അതിനർത്ഥം ശിവ് ബാബയെ ഓർമ്മിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം അല്പമേ തുറന്നിട്ടുള്ളൂ, മങ്ങിയതാണ് എന്ന് പറയും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആരെയും ഷോർട്ടായി മനസ്സിലാക്കിക്കാം. വലിയ വലിയ മേളയും മറ്റും നടക്കുന്നു. കുട്ടികൾക്കറിയാം, സർവീസ് ചെയ്യുന്നതിനായി വാസ്തവത്തിൽ ഒരു ചിത്രം തന്നെ ധാരാളമാണ്. ഗോളത്തിൻ്റെ ചിത്രം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. ബാബ ഡ്രാമയുടെയും വൃക്ഷത്തിൻ്റെയും അഥവാ കൽപ്പവൃക്ഷത്തിൻ്റെയും 84ൻ്റെ ചക്രത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മാവിലൂടെ ബാബയുടെ ഈ സമ്പത്ത് ലഭിക്കുന്നു. ഇതും നല്ല രീതിയിൽ ക്ലിയറാണ്. ഈ ചിത്രത്തിൽ എല്ലാം ഉൾപ്പെടുന്നു. ഇത്രയും ചിത്രങ്ങളുടെയെല്ലാം ആവശ്യമേയില്ല. ഈ 2 ചിത്രങ്ങൾ വളരെ വലിയ വലിയ വാക്കുകൾ ഉള്ളതായിരിക്കണം, എഴുതിയിട്ടും ഉണ്ടായിരിക്കണം. ജീവൻ മുക്തി ഗോഡ് ഫാദറിൻ്റെ ബർത്ത് റൈറ്റാണ്. വരാൻ പോകുന്ന വിനാശത്തിനു മുമ്പേ വിനാശവും തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് സ്വയമേ എല്ലാവരും മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കേണ്ട പോലും ആവശ്യമുണ്ടായിരിക്കില്ല. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത ഈ സമ്പത്ത് ലഭിക്കുന്നു. ഇത് വളരെ ഉറച്ച രീതിയിൽ ഓർമ്മയുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മായ നിങ്ങളിൽ നിന്നും മറപ്പിക്കുന്നു. സമയം കടന്നുപോകുന്നു. വളരെയധികം കടന്നുപോയി എന്ന് പാടപ്പെട്ടിട്ടുമുണ്ടല്ലോ. ഇതിൻ്റെ അർത്ഥം ഈ സമയത്തിൻ്റെതാണ്. ബാക്കി അല്പം സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്ഥാപന നടന്നുകൊണ്ടേയിരിക്കും. വിനാശത്തിന് അല്പം സമയമാണുള്ളത്. അല്പത്തിലും അല്പം അവശേഷിക്കും. പിന്നെന്തുണ്ടാകും എന്ന് ചിന്തിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഉണരുന്നില്ല, പിന്നീട് ഉണരും. കണ്ണുകൾ വലുതാകും. ഈ കണ്ണുകളല്ല ബുദ്ധിയുടെ കണ്ണ്. ചെറിയ ചെറിയ ചിത്രങ്ങളിലൂടെ ഇത്രയും രസം വരുന്നില്ല. വലിയവ തയ്യാറാകും. സയൻസും എത്ര സഹായം നൽകുന്നു. വിനാശത്തിൽ തത്വവും സഹായിക്കും. കൗടിയുടെ ചിലവില്ലാതെ നിങ്ങൾക്ക് എത്ര സഹായം നൽകുന്നു. നിങ്ങൾക്ക് വേണ്ടി തീർത്തും ശുചിയാക്കുന്നു. ഇത് തികച്ചും മോശമായ ലോകമാണ്. അജ്മീറിൽ സ്വർഗത്തിൻ്റെ സ്മാരകമുണ്ട്. ഇവിടെ ദിൽവാഡ ക്ഷേത്രത്തിൽ സ്ഥാപനയുടെ സ്മാരകമുണ്ട്.
പക്ഷേ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അറിവുള്ളവരായിരിക്കുകയാണ്. മനുഷ്യർ പറയുന്നു, ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല, മനസ്സിലാകുന്നില്ല. സിംഹം വന്നു എന്നതിൻ്റെ ഒരു കഥയുണ്ടല്ലോ, അംഗീകരിച്ചിരുന്നില്ല. ഒരു ദിവസം എല്ലാ പശുക്കളെയും ഭക്ഷിച്ചു. നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പഴയ ലോകം പോകാൻ പോകുന്നു. വളരെയധികം പോയി, അല്പമാണ് അവശേഷിക്കുന്നത്. ഈ മുഴുവൻ നോളജും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. ബാബയുടെ ആത്മാവിൽ ജ്ഞാനമുണ്ട്. ആ ഒന്ന് എപ്പോഴാണോ ശരീരം ധാരണ ചെയ്യുന്നത്, അപ്പോൾ ജ്ഞാനം നൽകുന്നു. തീർച്ചയായും ആ ഒന്നിൽ ജ്ഞാനമുണ്ട്. അതിനാലാണ് നോളജ്ഫുൾ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തെ അറിയുന്നു. സ്വയം തന്നെ അറിയുന്നുവല്ലോ. സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്നതും നോളജാണ്. അതിനാൽ ഇംഗ്ലീഷിൽ നോളജ്ഫുൾ എന്ന വാക്ക് വളരെ നല്ലതാണ്. മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ബീജരൂപമാണ്. അപ്പോൾ ആ ഒന്നിന് മുഴുവൻ നോളജുമുണ്ട്. നിങ്ങൾ ഇതറിയുന്നത് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ്. ശിവബാബയാണെങ്കിൽ നോളജ്ഫുൾ തന്നെയാണ്. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും ബുദ്ധിയിൽ ഏകരസധാരണ ഉണ്ടാകും എന്നല്ല. എഴുതുന്നുണ്ട് എങ്കിലും ധാരണ ഒന്നുമില്ല. പേരിന് മാത്രം എഴുതുന്നു. ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. കടലാസിനോട് പറയുന്നു, കടലാസ് എന്തു ചെയ്യുവാനാണ്? കടലാസിലൂടെ ആരും മനസ്സിലാക്കുകയില്ല. ഈ ചിത്രത്തിലൂടെ വളരെ നന്നായി മനസ്സിലാക്കും. വലുതിലും വലിയ നോളജാണ്. അപ്പോൾ വാക്കുകളും വലുതായിരിക്കേണ്ടത് ആവശ്യമാണ്. വലുതിലും വലിയ ചിത്രം കണ്ട് മനുഷ്യർ മനസ്സിലാക്കും, ഇതിൽ തീർച്ചയായും എന്തോ സാരം ഉണ്ട്. സ്ഥാപനയെന്നും വിനാശമെന്നും എഴുതിയിരിക്കുകയാണ്. രാജധാനിയുടെ സ്ഥാപന, ഇതാണ് ഗോഡ് ഫാദറിലെ ബർത്ത് റൈറ്റ്. ഓരോ കുട്ടിയുടെയും അവകാശമാണ് ജീവൻ മുക്തി. അപ്പോൾ കുട്ടികളുടെ ബുദ്ധി പ്രവർത്തിക്കണം. എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. ഇവരെ ജീവൻ ബന്ധനത്തിൽ നിന്നും ജീവൻ മുക്തിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? ആദ്യം ശാന്തിധാമത്തിൽ പോകും, പിന്നെ സുഖധാമത്തിൽ. സുഖധാമത്തെ ജീവൻ മുക്തി എന്ന് പറയും. ഈ ചിത്രം പ്രത്യേകിച്ച് വലുതായി ഉണ്ടാക്കണം. മുഖ്യ ചിത്രമാണല്ലോ. വളരെ വലിയ വലിയ അക്ഷരങ്ങളായിരിക്കണം. അപ്പോൾ മനുഷ്യർ പറയും, BK ഇത്രയും വലിയ ചിത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. തീർച്ചയായും എന്തെങ്കിലും നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ പലയിടങ്ങളിൽ നിങ്ങളുടെയും വലിയ വലിയ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് എന്ന് ചോദിക്കും. പറയൂ, ഇത്രയും വലിയ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൽ ക്ലിയറായി എഴുതിയിട്ടുണ്ട്, പരിധിയില്ലാത്ത സമ്പത്ത് ഇവർക്കുണ്ടായിരുന്നു. ഇന്നലെയുടെ കാര്യമാണ്. ഇന്ന് അവരില്ല. കാരണം 84 പുനർജന്മങ്ങൾ എടുത്തെടുത്ത് താഴെ വന്നിരിക്കുകയാണ്. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം ആവുക തന്നെ വേണം. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും പൂജ്യൻ്റെയും പൂജാരിയുടെയും കളിയാണല്ലോ. പകുതി പകുതിയായി പൂർണ്ണമായും മുഴുവൻ കളിയും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനും ധൈര്യം വേണം. സർവീസിൻ്റെയും താല്പര്യം വേണം. ഡൽഹിയുടെ ഓരോ കോണിലും സർവീസ് ചെയ്യണം. ഉത്സവമേളകളിൽ ധാരാളം പേർ പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഈ ചിത്രം തന്നെയായിരിക്കും ഉപയോഗത്തിൽ വരുന്നത്. ത്രിമൂർത്തി ഗോളം, ഇതാണ് മുഖ്യം. ഇത് വളരെ നല്ല വസ്തുവാണ്. അന്ധരുടെ മുന്നിലെ കണ്ണാടി പോലെയാണ്. അന്ധരെ പഠിപ്പിക്കാറുണ്ട്. പഠിക്കുന്നത് ആത്മാവാണല്ലോ. എന്നാൽ ആത്മാവിൻ്റെ ഓർഗൻസ് ചെറുതാണ്. അപ്പോൾ അതിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചിത്രവും മറ്റും കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അല്പം വലുതാകുമ്പോൾ ലോകത്തിൻ്റെ മാപ്പ് കാണിക്കുന്നു. പിന്നെ ആ മുഴുവൻ മാപ്പും ബുദ്ധിയിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ഡ്രാമയുടെ മുഴുവൻ ചക്രവുമുണ്ട്. ഇത്രയും ധർമ്മങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് നമ്പർ അനുസരിച്ച് വരുന്നത്, പിന്നെ പോകുന്നത്?
അവിടെയാണെങ്കിൽ ഒരേ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ്. അതിനെ സ്വർഗം അഥവാ ഹെവൻ എന്ന് പറയുന്നു. ബാബയുമായി യോഗം യോജിപ്പിക്കുന്നതിലൂടെ ആത്മാവ് പതീതത്തിൽ നിന്നും പാവനമായി മാറും. ഭാരതത്തിന്റെ പ്രാചീന യോഗം പ്രസിദ്ധമാണ്. യോഗം എന്നാൽ ഓർമ്മ. ബാബയും പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഇത് പറയേണ്ടി വരുന്നു. ലൗകിക പിതാവിന് എന്നെ ഓർമ്മിക്കൂ എന്ന് പറയേണ്ടി വരുന്നില്ല. കുട്ടി ഓട്ടോമാറ്റിക്കലി ബാബ, മമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ലൗകിക മാതാപിതാക്കൾ. ഇത് പാരലൗകികമാണ്. നിന്റെ കൃപയിലൂടെ അളവറ്റ സുഖം ലഭിക്കുന്നു എന്നത് ആ ഒന്നിന്റെ മഹിമയാണ്. ആർക്ക് ദുഃഖമുണ്ടോ അവർ തന്നെയാണ് പാടുന്നത്. സുഖത്തിലായിരിക്കുമ്പോൾ പറയേണ്ട ആവശ്യം പോലുമില്ല. ദുഃഖത്തിലാണ് എല്ലാവരും വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇത് മാതാവും പിതാവുമാണ്. ബാബ പറയുന്നു, ദിനം പ്രതിദിനം നിങ്ങളെ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. മാതാപിതാ എന്നാരെയാണ് പറയുന്നത് എന്ന് മുൻപ് അറിയാമായിരുന്നോ? ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. പിതാവ് എന്ന് ആ ഒന്നിനെ തന്നെയാണ് പറയുന്നത്. പിതാവിൽ നിന്നും ബ്രഹ്മാവിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. മാതാവും വേണമല്ലോ. കാരണം കുട്ടികളെ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യം ആരുടെയും ശ്രദ്ധയിൽ വരില്ല. അപ്പോൾ ബാബ അടിക്കടി പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ലക്ഷ്യം ലഭിച്ചു, പിന്നെ എവിടെയും പോയിക്കൊള്ളൂ. വിദേശത്തും പോകാം. 7 ദിവസത്തെ കോഴ്സ് ചെയ്തുവെങ്കിൽ ധാരാളമാണ്. ബാബയിൽ നിന്നും സമ്പത്ത് നേടുക തന്നെ വേണം. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമാകുന്നത്, സ്വർഗത്തിന്റെ അധികാരിയാകും. ഈ ലക്ഷ്യം ബുദ്ധിയിലുണ്ട്, പിന്നെ എവിടെയും പോകാം. ഗീതയുടെ മുഴുവൻ ജ്ഞാനവും ഈ ബാഡ്ജിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ചോദിക്കേണ്ട പോലും ആവശ്യമുണ്ടായിരിക്കില്ല. ബാബയിൽ നിന്നും സമ്പത്ത് നേടണമെങ്കിൽ തീർച്ചയായും ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ സമ്പത്ത് ബാബയിൽ നിന്നും അനേകം തവണ എടുത്തിട്ടുണ്ട്. ഡ്രാമയുടെ ചക്രം റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അനേകം തവണ നിങ്ങൾ ടീച്ചറിൽ നിന്നും പഠിച്ച് ഏതെങ്കിലുമൊക്കെ പദവി പ്രാപ്തമാക്കുന്നു. പഠനത്തിൽ ബുദ്ധിയോഗം ടീച്ചറിനോട് ഉണ്ടായിരിക്കുമല്ലോ. പരീക്ഷ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, പഠിക്കുന്നത് ആത്മാവാണല്ലോ. ഇദ്ദേഹത്തിൻ്റെയും ആത്മാവ് പഠിക്കുന്നു. ടീച്ചറിനെയും പിന്നെ ഈ ഒബ്ജക്റ്റിനെയും ഓർമ്മിക്കേണ്ടതുണ്ട്. സൃഷ്ടിയുടെ ചക്രവും ബുദ്ധിയിൽ വയ്ക്കണം. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. എത്ര ധാരണ ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. നല്ല രീതിയിൽ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇവിടെ വരുന്നതിൻ്റെ പോലും ആവശ്യം എന്താണ്? പക്ഷേ എന്നിരുന്നാലും വരുന്നു. ആരിൽ നിന്നുമാണോ ഇത്രയും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത്? ഇങ്ങനെയുള്ള ഉയർന്ന പിതാവുമായി കൂടിക്കാഴ്ച നടത്തി വരാം. മന്ത്രം എടുത്തുകൊണ്ട് എല്ലാവരും വരുന്നു. നിങ്ങൾക്കാണെങ്കിൽ വളരെ വലിയ മന്ത്രം ലഭിക്കുന്നു. നോളജ് മുഴുവനും നല്ല രീതിയിൽ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വിനാശി സമ്പാദ്യത്തിനു പിന്നാലെ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം മണ്ണിനോട് ചേരും. ബാബയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? യാതൊന്നുമില്ല. എന്തെങ്കിലും ചിലവോ മറ്റോ ചെയ്യുന്നുവെങ്കിൽ പോലും തനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ ചില്ലി കാശിൻ്റെ പോലും ചിലവില്ല. യുദ്ധത്തിന് വേണ്ടി ഏതെങ്കിലും വെടിയുണ്ടകളോ ടാങ്കോ മറ്റോ വാങ്ങേണ്ടതില്ല. ഒന്നും തന്നെയില്ല. നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴും മുഴുവൻ ലോകത്തിൽ നിന്നും ഗുപ്തമാണ്. നോക്കൂ, നിങ്ങളുടെ യുദ്ധം എങ്ങനെയുള്ളതാണ്? ഇതിന് പറയുന്നത് യോഗബലം എന്നാണ്. മുഴുവനും ഗുപ്തമായ കാര്യമാണ്. ഇതിൽ ആരെയും കൊല്ലേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേവലം ബാബയെ ഓർമ്മിക്കണം. ഇവരേവരുടെയും മൃത്യു ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഓരോ 5000 വർഷത്തിനു ശേഷവും നിങ്ങൾ യോഗബലം ശേഖരിക്കുന്നതിനായി പഠനം പഠിക്കുന്നു. പഠനം പൂർത്തിയായ ശേഷം പ്രാപ്തി വേണ്ടത് പുതിയ ലോകത്തിലാണ്.
പഴയ ലോകത്തിനു വേണ്ടി ഈ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട്. സ്വന്തം കുലത്തിന്റെ വിനാശം എങ്ങനെ ചെയ്യുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ടല്ലോ. എത്ര വലിയ കുലമാണ്! മുഴുവൻ യൂറോപ്പും ഉൾപ്പെടുന്നു. ഈ ഭാരതം പ്രത്യേകം കോണിലാണ്. ബാക്കിയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെ മേൽ വിജയം നേടുന്നു. പവിത്രവുമാകണം ഈ ലക്ഷ്മി നാരായണനെ പോലെ. അവിടെ ക്രിമിനൽ ആയി തന്നെയില്ല. മുന്നോട്ടു പോകവേ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരമുണ്ടാകും. സ്വന്തം ദേശത്തിന് സമീപം വരുമ്പോൾ വൃക്ഷങ്ങളും മറ്റും കാണപ്പെടുന്നുവല്ലോ. അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വന്തം വീടിന് സമീപമാണ്. നിങ്ങളും വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ തൻ്റെ സുഖധാമത്തിൽ വരും. ബാക്കി അല്പം സമയമേയുള്ളൂ. സ്വർഗത്തോട് വിട പറഞ്ഞിട്ട് എത്ര സമയമായി? ഇപ്പോൾ വീണ്ടും സ്വർഗം സമീപം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. അത് നിരാകാരി ലോകമാണ്. അതിനെ ബ്രഹ്മാണ്ടം എന്നും പറയുന്നു. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. ഇവിടെ 84ന്റെ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. കുട്ടികളായ നിങ്ങൾ ഓൾറൗണ്ടാണ്. തുടക്കം മുതൽ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്നവരാണ്. വൈകി വരുന്നവരെ ഓൾറൗണ്ടർ എന്ന് പറയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മാക്സിമവും മിനിമവും എത്ര ജന്മമാണ് എടുക്കുന്നതെന്ന്. ഒരു ജന്മം വരെയുമുണ്ട്. അവസാനം എല്ലാവരും തിരികെ പോകും. നാടകം പൂർത്തിയാകും. കളി സമാപ്തമാകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നെ ഓർമ്മിക്കൂ, അന്ത്മതി ഗതിയുണ്ടാകും. ബാബയുടെ അടുക്കൽ പരംധാമത്തിലേക്ക് പോകും. അതിനെ മുക്തിധാമം എന്നും ശാന്തിധാമം എന്നും പറയുന്നു. പിന്നെ സുഖധാമം. ഇത് ദുഃഖധാമമാണ്. മുകളിൽ നിന്നും ഓരോരുത്തരും സദോ പ്രധാനവും പിന്നെ സദോ രജോ തമോയിലേക്കും വരുന്നു. ഒരു ജന്മമാണുള്ളതെങ്കിൽ അതിൽ തന്നെ ഈ 4 സ്റ്റേജസും കടന്നു പോകും. എത്ര നന്നായി കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും ഓർമ്മിക്കുന്നില്ല. ബാബയെ മറന്നുപോകുന്നു. നമ്പർ വൈസാണല്ലോ. കുട്ടികൾക്കറിയാം. പുരുഷാർത്ഥത്തിന്റെ നമ്പർ അനുസരിച്ച് രുദ്രമാല തയ്യാറാകുന്നു. എത്ര കോടിക്കണക്കിന് പേരുടെ രുദ്രമാലയാണ്! പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെതാണ് ഈ മാല. ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു സോ ബ്രഹ്മ. രണ്ടുപേരുടെയും സർനെയിം നോക്കൂ. ഇത് പ്രജാപിത ബ്രഹ്മാവിൻ്റെ പേരാണ്. പകുതി കൽപ്പം. പിന്നെ രാവണൻ വരുന്നു. ഡീറ്റീസം, പിന്നെ ഇസ്ലാമിസം. ആദമിനെയും ബീബിയെയും ഓർമ്മിക്കുന്നു. പാരഡൈസിനെയും ഓർമ്മിക്കുന്നു. ഭാരതം പാരഡൈസ്, സ്വർഗമായിരുന്നു. കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. പരിധിയില്ലാത്ത ബാബ, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, ഉയർന്നതിലും ഉയർന്നത് പഠിപ്പിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന പദവി ലഭിക്കുന്നു. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന ടീച്ചറാണ് ബാബ. ആ ഒന്ന് ടീച്ചറുമാണ്. പിന്നെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ സദ്ഗുരുവുമാണ്. ഇങ്ങനെയുള്ള ബാബയെ എന്തുകൊണ്ട് ഓർമ്മിക്കുകയില്ല? സന്തോഷത്തിന്റെ രസം കയറിയിരിക്കേണ്ടതാണ്. എന്നാൽ യുദ്ധത്തിന്റെ മൈതാനമാണ്. മായ നിലനിൽക്കാൻ അനുവദിക്കില്ല. അടിക്കടി വീണു പോകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ മായാജീത് ആകുന്നത്. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ എന്തു പഠിപ്പിക്കുന്നുവോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. കേവലം കടലാസിൽ നോട്ട് ചെയ്താൽ പോരാ. വിനാശത്തിനു മുമ്പേ ജീവൻ ബന്ധനത്തിൽ നിന്നും ജീവൻ മുക്ത പദം പ്രാപ്തമാക്കണം. തൻ്റെ ടൈം വിനാശി സമ്പാദ്യത്തിന് പിന്നാലെ അധികം വേസ്റ്റ് ചെയ്യരുത്. കാരണം ഇവയെല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട്. അതിനാൽ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. വരദാനം: യോഗബലത്തിലൂടെ മായയുടെ ശക്തിയുടെ മേൽ ജയം പ്രാപ്തമാക്കുന്ന സദാ വിജയിയായി ഭവിക്കട്ടെ.
ജ്ഞാനബലവും യോഗബലവും ഏറ്റവും ശ്രേഷ്ഠ ബലമാണ്. ഇതുപോലെ സയൻസിന്റെ ബലം അന്ധകാരത്തിന്റെ മേൽ വിജയം പ്രാപ്തമാക്കി പ്രകാശം വരുത്തുന്നു. അതേപോലെ യോഗബലം സദാകാലത്തേക്ക് മായയുടെ മേൽ ജയം പ്രാപ്തമാക്കി വിജയി ആക്കി മാറ്റുന്നു. യോഗബലം ഇത്രയും ശ്രേഷ്ഠ ബലമാണ്. അത് മായയുടെ ശക്തി ഇതിന് മുന്നിൽ ഒന്നും തന്നെയല്ല. യോഗബലമുള്ള ആത്മാക്കൾ സ്വപ്നത്തിൽ പോലും മായയോട് തോൽക്കുക സാധ്യമല്ല. സ്വപ്നത്തിൽ പോലും ഏതെങ്കിലും ദൗർബല്യം വരിക സാധ്യമല്ല. ഇങ്ങനെയുള്ള വിജയത്തിന്റെ തിലകം താങ്കളുടെ മസ്തകത്തിൽ അണിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ലോഗൻ: നമ്പർ 1-ൽ വരണമെന്നുണ്ടെങ്കിൽ വ്യർത്ഥത്തെ സമർത്ഥത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി. ഓം ശാന്തി. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവ ഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്.
മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഓം ശാന്തി.